നമസ്കാരം. പശ്ചിമേഷ്യയുടെ ആകാശം വീണ്ടും യുദ്ധത്തിന്റെ പുകമഞ്ഞിൽ മറയുമ്പോൾ, സമാധാനത്തിന്റെ ശബ്ദം കേൾക്കാൻ ലോകം കാത്തിരിക്കുമ്പോൾ, അധികാരത്തിന്റെ അമിതാഭിമാന ശബ്ദം മാത്രമാണ് ഉയരുന്നത്. അതിന്റെ കേന്ദ്രത്തിൽ ഒരിക്കൽ കൂടി എത്തി നിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിന്റെ തീയിൽ എണ്ണ ഒഴിക്കാൻ മടിയില്ലാത്ത ഒരു നേതാവ്. ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ട് ഉപരോധം പ്രഖ്യാപിക്കുകയും അറബിക്കടലിൽ മാരകായുധങ്ങളുമായി യുദ്ധക്കപ്പലുകൾ നിരത്തുകയും ചെയ്ത പുതിയ നീക്കം സുരക്ഷയുടെ പേരിൽ നടപ്പിലാക്കുന്ന ഭീഷണിയാണോ, അല്ലെങ്കിൽ ലോകത്തോട് തന്റെ ശക്തി തെളിയിക്കാനുള്ള അഹങ്കാര പ്രകടനം? പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ഇറാന്റെ തീരപ്രദേശങ്ങളിൽ തന്ത്രപരമായ മേധാവിത്വം ഉറപ്പാക്കുന്നതിനായി മാരകായുധങ്ങളുമായി 15-ലധികം യുദ്ധക്കപ്പലുകളെയാണ് അമേരിക്ക അറബിക്കടലിൽ വിന്യസിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളോടെ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാനായി പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ട്രംപിന്റെ ഈ കടുത്ത സൈനിക നീക്കം ഉണ്ടായത്. JD വാൻസ്, സ്റ്റീവ് വിറ്റ്കോഫ്, ജാറഡ് കുഷ്നർ എന്നിവരടങ്ങിയ അമേരിക്കൻ പ്രതിനിധി സംഘം സമാധാന ചർച്ചകളിൽ ധാരണയിലെത്താൻ കഴിയാതെ മടങ്ങിയതോടെയാണ് മേഖലയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചത്. US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സൈനിക നീക്കത്തിൽ USS ട്രിപ്പോളി എന്ന അത്യാധുനിക കപ്പലാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. F-35B ലൈറ്റ്നിംഗ് ആൻഡ് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും MV-22 ഓസ്പ്രെ വിമാനങ്ങളും വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. പരമ്പരാഗതമായ വെൽഡക്ക് ഇല്ലാത്ത രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിനാൽ കൂടുതൽ യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വഹിക്കാനുള്ള അവയുടെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഈ കപ്പലിന് സൗകര്യമുണ്ട്. യുദ്ധം സജീവമാകുന്ന സാഹചര്യത്തിൽ 20-ലധികം F-35B വിമാനങ്ങളെ ഒരേ സമയം വിന്യസിക്കാനുള്ള കരുത്ത് USS ട്രിപ്പോളിക്ക് ഉണ്ട് എന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമയം 14 മുതൽ ഉപരോധം പ്രാബല്യത്തിൽ വന്നതായി US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അറബിക്കടൽ, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ ഇറാന്റെ തീരപ്രദേശങ്ങളിലേക്കും തുറമുഖങ്ങളിലേക്കും പ്രവേശിക്കുന്നതും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായ എല്ലാ കപ്പലുകൾക്കും ഈ ഉപരോധം ബാധകമായിരിക്കും. യാതൊരു വിവേചനവും ഇല്ലാതെ എല്ലാ കപ്പലുകളെയും കർശനമായി പരിശോധിക്കാനും തടയാനുമാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഇറാനെ സാമ്പത്തികമായും സൈനികമായും വരിഞ്ഞുമുറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉപരോധം നടപ്പിലാക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ശത്രുരാജ്യത്തിന്റെ തീരദേശങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ അമേരിക്ക ലക്ഷ്യമിടുന്നു. ഇറാന്റെ എണ്ണ കയറ്റുമതിയെയും മറ്റ് വ്യാപാര ബന്ധങ്ങളെയും ഈ നീക്കം ദോഷകരമായി ബാധിക്കും. US നാവികസേനയുടെ ഈ വൻ സന്നാഹം മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമായ തലത്തിലേക്ക് മാറ്റുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാൻ എന്ന രാജ്യത്തിന്റെ തീരങ്ങൾ ഇന്ന് വെറും ഭൂഗോള അതിർത്തികളല്ല, അവ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ പരീക്ഷണശാലയായി മാറിയിരിക്കുകയാണ്. യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം സമാധാനത്തിന്റെ ഉറപ്പല്ല, അത് ഭീതിയുടെ പ്രചാരമാണ്. അറേബ്യൻ കടലിന്റെ തിരമാലകൾ പോലും ഇന്ന് യുദ്ധത്തിന്റെ ചൂട് ഏറ്റുവാങ്ങുകയാണ്. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി ഒരിക്കലും നയതന്ത്രത്തിന്റെ നിശബ്ദതയായിരുന്നില്ല. അത് എപ്പോഴും ശബ്ദമുള്ള പ്രഖ്യാപനങ്ങളുടെയും ഭീഷണികളുടെയും കൂട്ടമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അതിന്റെ പ്രതിഫലം മനുഷ്യ ജീവിതങ്ങളിലാണ് പതിയുന്നത്. ഒരു രാജ്യത്തെ സാമ്പത്തികമായി മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്ന ഉപരോധം അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയാണ് ആദ്യം തകർക്കുക. അതാണ് യഥാർത്ഥ യുദ്ധം, ആയുധങ്ങളാൽ അല്ല, എന്നാൽ പട്ടിണിയാൽ, മരണങ്ങളാൽ. ഇതൊരു സുരക്ഷാ നടപടി എന്ന പേരിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥത്തിൽ ഇത് ശക്തിയുടെ രാഷ്ട്രീയം മാത്രമാണ്. ഒരു രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കുന്നത് സമാധാനം ഉറപ്പാക്കാനല്ല, ഭീഷണി ഉയർത്താനാണ്. ലോകം ഇന്ന് ചോദിക്കുന്നത് അത്രമേൽ ലളിതമായ ഒരു ചോദ്യമാണ്: അധികാരം കൈവശമുണ്ടെന്ന കാരണത്താൽ ഒരു നേതാവിന് എന്തും ചെയ്യാമോ? പശ്ചിമേഷ്യയുടെ മണ്ണ് ഇതിനകം തന്നെ രക്തം കണ്ടുകഴിഞ്ഞു. അതിലേക്ക് വീണ്ടും ഒരു തീപ്പൊരി എറിയുന്നത് ചരിത്രം ക്ഷമിക്കാത്ത ഒരു പിഴവായിരിക്കും. എന്നാൽ ട്രംപിന്റെ നീക്കങ്ങൾ കാണുമ്പോൾ ആ പിഴം ആവർത്തിക്കാതിരിക്കാൻ അദ്ദേഹം മടിക്കില്ല എന്നത് വ്യക്തമാണ്. സമാധാനത്തിന്റെ ഭാഷ മറന്ന ലോകത്തിന് മുന്നിൽ ഈ നീക്കങ്ങൾ ഒരു മുന്നറിയിപ്പാണ്. അധികാരത്തിന്റെ അഹങ്കാരം ഒരിക്കലും സമാധാനം സൃഷ്ടിക്കില്ല, അത് നാശം മാത്രം വിതറും.